എങ്ങനെ മുങ്ങാൻ? ഇയാൾ പിടികിട്ടാ പുള്ളിയല്ലായിരുന്നു. ഇയാൾ തലേ ദിവസം വൈകുന്നേരവും ഇതേ പോലീസിന്റെ മൂക്കിന് മുന്നിലൂടെ ഇരിക്കുന്നു, അവരോട് ലോഹ്യം പറയുന്നു, അവരോടത്ത് ചായ കുടിക്കുന്നു, അവരോടത്ത് സഞ്ചരിക്കുന്നു, എല്ലാം ചെയ്യുന്ന ആളല്ലേ? ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും വന്ന് കുതിര കയറാതിരിക്കാൻ വേണ്ടി ഇയാൾ പോകുന്നിടത്തൊക്കെ എന്തെങ്കിലും ചടങ്ങുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ കാവൽ നിൽക്കുന്നതും ഇവര് തന്നെയല്ലേ? അവരുടെ മുന്നിലൂടെ ഇയാൾ അങ്ങോട്ട് നടക്കുമ്പോൾ, അവരുടെ സപ്പോർട്ടോടി നടക്കുമ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പിന്നെ നട്ടപ്പാതിലേക്ക് ഒരു നാടകം കളിച്ച് വരേണ്ട ആവശ്യം എന്താ? എന്റെ വീഡിയോകളുടെ തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് വീഡിയോകൾ ചെയ്തു തുടങ്ങിയ കാലം മുതൽ പറയുന്നുണ്ട്, ഒരു പൊതുപ്രവർത്തകന് ഒരു സംശുദ്ധി ഉണ്ടായിരിക്കേണ്ടതാണ്. എല്ലാ പൊതുപ്രവർത്തകരും മറ്റുള്ളവരുമായി ഇടപഴകുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുമായി സ്നേഹിച്ച് തോളത്ത് കൈയിട്ട് കുടുംബത്തിലൊരു അംഗത്തെ പോലെ കഴിയേണ്ടവരാണ്, ഒരു വിശ്വാസ്യത ഉള്ളവരാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊതുപ്രവർത്തകന് അവരുടെ ജീവിതത്തിൽ സംശുദ്ധത വേണം. ഏറ്റവും കൂടുതൽ പൊതു ജീവിതമാണ് എന്നതുകൊണ്ട് പൊതുജീവിതത്തിൽ ആ സംശുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ, സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പൊതുപ്രവർത്തകൻ ഒരു കളങ്കമാണ് എന്ന് ആദ്യം പറഞ്ഞിരുന്നു. അതിപ്പോഴും ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴും അത്തരത്തിൽ ഒരു വിഷയം അദ്ദേഹത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വകാര്യമായിരിക്കുകയും ആ സ്വകാര്യത ഒരു പൊതുവിഭാഗത്തിനും ആർക്കും ഒരു ബുദ്ധിമുട്ടും ആകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ആരും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നതാണ് വസ്തുത. കാരണം അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉള്ളവർ തന്നെയാണ് ഈ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷവും. അല്ല എന്ന് പറയുന്നത് പുണ്യാളച്ചൻ ചുമന്നൊക്കെ വെറുതെ. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒളിച്ചുകളികളും കാര്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് ബഹുഭൂരിപക്ഷം. അത് ആണായാലും പെണ്ണായാലും. എല്ലാവരും ഞാൻ ആക്ഷേപിക്കുന്നതല്ല, നല്ലൊരു വലിയൊരു ഭാഗം ഉണ്ടാകാം. ഇപ്പോൾ ഒരു കൗൺസിലിംഗ് സെക്ടറിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ സ്ഥാപനമില്ല, ഓൺലൈൻ പരിപാടികൾ മാത്രമേ ഉള്ളൂ, ഫാമിലി കൗൺസിലിംഗ് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നതുകൊണ്ടാണ് കൗൺസിലിംഗ് സെന്റർ ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ഇരുന്ന കാലം മുഴുവൻ എനിക്കറിയാം, ആണായിട്ടും പെണ്ണായിട്ടും ഒരുപാട് ഫാമിലി ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്നതെന്ന് ലൈംഗിക വിഷയങ്ങൾ നല്ലോണം അവരിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റു പലരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇരുവ് ചെവി അറിയാതെ പരിഹരിച്ചു കൊടുക്കുകയാണ് പിന്നെ സാധാരണ ചെയ്യല്. അതിന്റെ അബദ്ധം എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കല്. അതിന്റെ വെളിച്ചത്തിൽ പറയാം, രാഹുൽ മാങ്കൂട്ടം ആരുമായിട്ടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഇല്ലായ്മയാണ്. ആ ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിന് ആ പണിക്ക് പോകില്ല. അത് ഒരു വ്യക്തിയും പോകില്ല. നമ്മൾ ഈ മോശം സമൂഹത്തിൽ മോശം എന്ന് പറയുന്ന വ്യക്തികൾക്ക് കൃത്യമായ ഒരു ഗൈഡ് ലൈൻ പേഴ്സണാലിറ്റി അനാലിസിസ് അതവർക്ക് ഒരു വ്യക്തിയുടെ സ്വഭാവവും മറ്റു കാര്യങ്ങളും അവർക്ക് അറിയാഞ്ഞിട്ടാണ്. അതിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും അറിയാഞ്ഞിട്ടാണ്. റെഡിമെയ്ഡ് അൺറെഡിമെയ്ഡ് വെർഷൻ അവർക്ക് അറിയാഞ്ഞിട്ടാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്, സിലബസിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത ഒരാൾക്ക് സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേവലം അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ ഒരു അരാജകത്വത്തിനെതിരെ, ഒരു വ്യക്തിയുടെ അരാജകത്വത്തിനെതിരെയുള്ള ഒരു നിലപാടല്ല ഈ സർക്കാർ ചെയ്യുന്നത്. വളരെ ക്രൂരമായ ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമായിട്ടേ തോന്നുള്ളൂ. അല്ലാതെ ഏതെങ്കിലും സ്ത്രീകളെ രക്ഷിക്കാനോ അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കാനോ അവരുടെ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തായിട്ട് തോന്നുന്നില്ല. അത് ഈ അറസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മൂന്നാമത്തെ അറസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആദ്യ 2 അറസ്റ്റുകളിൽ വലിയ പിഴവാണ് അവർക്ക് പറ്റിയത്. അവർ ഉദ്ദേശം നടന്നില്ല, പിടിച്ചകത്തിടാൻ നടന്നില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് തെക്ക് വടക്ക് നടത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ നടത്തിക്കലിൽ പാലക്കാട് പിടിച്ചെടുക്കാമെന്നുള്ളൊരു മോഹം, അത് നടന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളും നടന്നില്ല. അത് മാത്രമല്ല, വെളുക്കാൻ തെച്ചത് വെള്ളപ്പാണ്ടായി എന്ന് പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ശക്തമായ ഒരു പിന്തുണ ഉണ്ടാകുന്നത് കണ്ടു. സ്വന്തം തട്ടകത്തിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പോകുന്നതും CPM നേതൃത്വം കണ്ടു. അതുകൊണ്ടാണ് മൂന്നാമത്തെ ഒരു അറസ്റ്റ്, ഒരു നാടകം അല്ലെങ്കിൽ ഒരു പദ്ധതി പ്ലാൻ ചെയ്തപ്പോൾ അത് ഇരുചെവി അറിയാതെ അങ്ങ് നടപ്പിലാക്കിയത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൂട്ടാൻ പറ്റി. ആദ്യത്തെ 2-3 ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൂന്നാമത്തെ അറസ്റ്റോട് വന്നതോടുകൂടി മിക്കവാറും എല്ലാവരും മിണ്ടാതായി. ഞാനടക്കമുള്ള, ഷാജിസ്കറി അടക്കമുള്ള ഏതാനും ചിലരാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. യദു ഒക്കെ സംസാരിച്ചിരുന്നു. അങ്ങനെ ഏതാനും പേർ മാത്രമാണ് സംസാരിച്ചത്. ബാക്കിയുള്ളവരൊക്കെ എന്തിന് നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഈശ്വർ പോലും ഒരു 2 ദിവസത്തെ മൗനത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. കാര്യം പേടിച്ചിട്ടാണ്. ഈ കംപ്ലീറ്റ് ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നേ. അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ നടക്കണ്ടേ. കള്ളക്കേസായാലും എന്ത് കേസായാലും അതിന്റെ പിന്നാലെ പിന്നെ കയറി നടക്കണമല്ലോ. മാത്രമല്ല പിന്നെ ഒന്നും മിണ്ടാനും പറ്റില്ല. ഈ യൂട്യൂബിന്റെ റവന്യൂ മാത്രം, രാഹുലിനെ വിറ്റായാലും ആരെ വിറ്റായാലും യൂട്യൂബിന്റെ റവന്യൂ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തിന്നുകൊണ്ടിരിക്കുന്ന കുറെ യൂട്യൂബർമാരുണ്ട്. അവരൊന്നും ആ സമയത്ത് രാഹുലിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. കാര്യം മിണ്ടി കഴിഞ്ഞാൽ ഇനി കേസ് വന്നാലോ മറ്റെന്തെങ്കിലും വന്നാലോ എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും ഒരു പക്ഷേ.
നമുക്ക് പിന്നെ അത്തരത്തിലുള്ളൊരു പേടിയില്ലാത്തത് കൊണ്ട് ഇതിനു മുമ്പ് കേസൊക്കെ വീഡിയോ ചെയ്തതിനും മറ്റുമൊക്കെ പിടിച്ച് അകത്താക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ പേടി ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസിൽ തുടക്കം മുതൽ മാറി നിൽക്കാതെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ വിയോജിപ്പ് വരുമ്പോഴും സൗമ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു നിലപാടിൽ ഒപ്പം നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജനപിന്തുണ കൂടിയാണ് വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത നിലപാട് സമൂഹത്തിലെ വലിയ വിഭാഗത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അകറ്റി നിർത്തും എന്നാണ് പോലീസും ഭരണപക്ഷവും ഒക്കെ പിണറായിയൊക്കെ ധരിച്ചിരുന്നെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള പിന്തുണ, അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നവരുടെ പിന്തുണ കൂടി വരികയാണ്. പ്രത്യേകിച്ച് ഫെനി നയനാന്റെ ആ ചാറ്റ് പുറത്തു വന്നതോടുകൂടി മൊത്തം കലങ്ങിത്തിരിഞ്ഞു, നേരെ ഉൾട്ടയടിച്ചു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ രീതിയിൽ അർദ്ധരാത്രി ചെയ്തൊരു നാടകം അതത്ര സുഖിച്ച ഒരു നാടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ സുഖമൊന്നും പോരാ തന്നെ. കാരണം അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങും അത്ര. എവിടെ മുങ്ങാൻ, എങ്ങനെ മുങ്ങാൻ? ഇയാൾ പിടികിട്ടാ പുള്ളിയല്ലായിരുന്നു. ഇയാൾ തലേ ദിവസം വൈകുന്നേരവും ഇതേ പോലീസിന്റെ മൂക്കിന് മുന്നിലൂടെ ഇരിക്കുന്നു, അവരോട് ലോഹ്യം പറയുന്നു, അവരോടത്ത് ചായ കുടിക്കുന്നു, അവരോടത്ത് സഞ്ചരിക്കുന്നു, എല്ലാം ചെയ്യുന്ന ആളല്ലേ. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും വന്ന് കുതിര കയറാതിരിക്കാൻ വേണ്ടി ഇയാൾ പോകുന്നിടത്തൊക്കെ എന്തെങ്കിലും ചടങ്ങുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ കാവൽ നിൽക്കുന്നതും ഇവര് തന്നെയല്ലേ. അവരുടെ മുന്നിലൂടെ ഇയാൾ അങ്ങോട്ട് നടക്കുമ്പോൾ, അവരുടെ സപ്പോർട്ടോട്ട് നടക്കുമ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പിന്നെ നട്ടപ്പാതിലേക്ക് ഒരു നാടകം കളിച്ച് വരേണ്ട ആവശ്യം എന്താ? അപ്പോ നിയമപരമായി അയാൾക്കുള്ള അവകാശം ലംഘിക്കപ്പെടണം. അയാൾ ഒരു കാരണവശാലും കോടതിയിൽ അയാളുടെ മോചനത്തിന് വേണ്ടി അറസ്റ്റിന് മുമ്പ് റിമാൻഡിലാകുന്നതിന് മുമ്പ് പോകരുത്. അതായിരുന്നു ഉദ്ദേശം. അതാണ് ക്രൂരത എന്ന് പറയുന്നത്. ഇരയ്ക്ക് അവകാശങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ അവകാശം ഈ പറയുന്ന പ്രതി ചേർക്കപ്പെടുന്ന ആളിനുണ്ട്. അവർക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട്. രണ്ടുപേരും മനുഷ്യരാണ് എന്നതുകൊണ്ട് നീതി രണ്ടിടത്തും തുല്യമായാണ് വരേണ്ടത്. അല്ലാതെ രണ്ടിടത്തും രണ്ട് നീതിയല്ല വരേണ്ടത്. ഇവിടെ തന്നെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് നീതിയുടെ വഴിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ മുകേഷിന്റെയും ബാക്കിയുള്ളവരുടെയും കാര്യം എന്താ? അതും കൂടി ഇതിനകത്ത് കൂട്ടത്തിൽ വരണ്ടേ? അപ്പൊ അതല്ല, നീതി രണ്ടു വഴിക്കാണ് പോണത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശം നടത്താൻ വേണ്ടി അവർ നട്ടപ്പാതിലേക്ക് വന്ന് അറസ്റ്റ് ചെയ്തു. അവരുടെ ഉദ്ദേശം നടക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു, കഴിഞ്ഞ ഞായറാഴ്ചയാണ് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തത്. ഒരാഴ്ച കഴിഞ്ഞില്ലേ? ഇനി ഒരു 2 ആഴ്ച കൂടെങ്കിലും മിനിമം കിടക്കേണ്ടി വരുമെന്നാണ് നിലവിലൊരു അവസ്ഥയിൽ തോന്നുന്നത്. കാരണം സെഷൻ കോടതിയിലെ വാദവും ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഹൈക്കോടതിയിൽ പോകണം. അവിടെ നിന്നൊക്കെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോഴത്തേക്ക് കുറച്ചെടുക്കും. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കളി അവിടെ നടക്കുന്നുണ്ട്. ശിക്ഷിച്ചില്ല കേട്ടോ, ഒരു കേസിൽ ശിക്ഷിച്ചിട്ടില്ല. ഇവരുടെ പോലീസ് തന്നെ ചതിച്ച് എടുത്തിട്ടേക്കാണ്. കോടതി നടപടികൾക്ക് സമയം ആവശ്യമുള്ളതുകൊണ്ട് മാത്രമാണ് ജയിലിൽ കിടക്കുന്നത്, കുറ്റം ചെയ്തിട്ടല്ല. നാളെ അയാൾ ആ ജാമ്യം കൊടുത്ത് പുറത്തു വന്ന ശേഷം ആ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കുറ്റം നിലനിൽക്കില്ല, അയാൾ നിരപരാധിയായി മാറും. അതിനു മുമ്പ് ഈ MLA സ്ഥാനം കൂടി തെറിപ്പിക്കണം, അയാൾ ഒന്നുമല്ലാതാക്കി തീർക്കണം. കാരണം എന്തെന്നറിയാം, രാഹുൽ മാങ്കൂട്ടമാണ് ഈ കേരളത്തിലെ CPM-ന്റെ ഏറ്റവും വലിയ ശത്രു. ഒരു സംശയം വേണ്ട കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടമാണ്. കാരണം അയാളാണ് എടോ വിജയ എന്ന് വിളിച്ച് സംസാരിക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചത്. അയാൾ വിളിക്കുകയും ചെയ്യും, ഇനിയും പറയും. ഇപ്പോ മുറിവേറ്റ സിംഹം തന്നെയാണ്. കാര്യം അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി നാടകം കളിക്കുമ്പോഴും അയാൾക്കെതിരെ ചീമുട്ട നടത്തുമ്പോഴും തെളിവെടുപ്പ് പ്രഹസനങ്ങൾ നടത്തുമ്പോഴും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. കാര്യം ഒരൊറ്റ ഉറക്കം കൊണ്ടൊന്നും നേരം വെളുക്കാറില്ല സാധാരണ. ഒരിറക്കം ഉറങ്ങി ഒന്ന് ഉണർന്ന് ഒരു 5 മിനിറ്റൊക്കെ കിടന്ന്, 5-10 മിനിറ്റ് കിടന്ന്, ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കിടന്നിട്ടാണ് വീണ്ടും അടുത്ത ഉറക്കത്തിലേക്ക് നമ്മൾ പോകണം, അല്ലേ? അതുകൊണ്ട് ഒരു കയറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇറക്കവും പിന്നൊരു കയറ്റവും ഒക്കെ ഉണ്ടാവും. ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പോലീസുകാരാണ്. ഈ പോലീസുകാരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് മുഴുവൻ അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, അവിടെ ആഭ്യന്തര വകുപ്പാണ്, അവിടെ സംവിധാനങ്ങളാണ്. ഇവിടെ ബലിയാടാകാൻ പോകുന്നതും ഇതേ പോലീസുകാരാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമവിരുദ്ധമായി എടുത്തിട്ടുള്ള നിലപാടുകൾക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വകാര്യ അന്യായമായി പോകുമ്പോൾ അല്ലെങ്കിൽ നിയമ നടപടികളുമായി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തല ഉരുളുന്നത് ഇതേ പോലീസുകാരുടെയാണ്. അല്ലാതെ പിണറായിയുടെയോ CPM-ന്റെ മറ്റേതെങ്കിലും നേതാക്കളുടെ ഒന്നും അല്ല. ഏതെങ്കിലും അത്തപ്പാടികളായിട്ടുള്ള കുറച്ച് പോലീസുകാരുണ്ട് താഴെയുള്ള, ഒരു SI വരെയുള്ള കുറച്ചെണ്ണം. ചിലപ്പോൾ ഒരു SHOയുടെ കൂടെ തലവരുണ്ട് പോലും. സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണല്ലോ, അയാളാണല്ലോ അവിടുത്തെ അധികാരി എന്നതുകൊണ്ട് ഇതൊക്കെ നോക്കാനും കാണാനും പാടില്ലായിരുന്നു എന്നൊരു ചോദ്യം കോടതി ചോദിച്ചേക്കാം. ഏതായാലും ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഈ കാലം മാറും. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നിട്ട് ഈ വരുന്ന കേസുകൾക്കൊക്കെ തിരിച്ച് കണക്ക് പറയുന്ന ഒരു കാലം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. അത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്ത എന്താ പറയാ സാമൂഹ്യമായിട്ടുള്ള ആ ഒരു തെറ്റിന്റെ പേരിലല്ല, അയാൾക്കെതിരെ ക്രൂരമായി കെട്ടിച്ചമച്ചിട്ടുള്ള ഈ തട്ടിക്കൊണ്ടു പോകലും മറ്റ് ക്രൂരമായ നടപടികളും നിലപാടുകളും അതിനെതിരെയാണ്. Different angles.
Don't forget to subscribe and support this channel.